It's Tailfrog, let's fly, let's fly. Hey, it's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ ട്രഷർ ഹണ്ടിങ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മരുഭൂമിയുടെ നടുവിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. ട്രെയിനിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവൻ വേറൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് നമ്മുടെ ഹീറോ. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് ഇങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കയ്യിലൊരു കുട്ടിയൊക്കെ ആയിട്ട് ഒരു ലേഡി അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേഡി അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കഴിക്കുന്നതിന്റെ ഇടയിലാണ് ഇവനത് ശ്രദ്ധിക്കുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ ഒരു വിശപ്പ് കാരണമാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇപ്പം മെല്ലെ നടന്നു ചെന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് ആ ഒരു ലേഡിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ ഇറങ്ങേണ്ട ആ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഹീറോ ഇപ്പം അല്ലേ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ ഹീറോയിന്റെ നാട്ടില് എന്തൊക്കെയോ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ടാക്സ് ഇപ്പോ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ നാട്ടിലെ ആളുകൾ എല്ലാവരും തന്നെ പൈസക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളക്കാരുടെയും റൗഡികളുടെ എണ്ണം ദിനം പ്രതി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കുടിയേറി വരുന്ന ആളുകളെ സ്വീകരിക്കുന്നുണ്ടെന്നും അവർക്കായിട്ട് ജോലിയും ഭക്ഷണമൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നത്. അവിടേക്ക് പോകാനായിട്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോ ട്രെയിൻ കയറി വന്നിട്ടുള്ളത്. വെറും $700 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെയും കോമ്പൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഡ്രൈവർ ഈ ഒരു ഗ്രാമത്തിലുണ്ട്. അയാളെ തെരഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലെ തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ കയറി ചെല്ലുകയാണ്. ചെറിയൊരു റൂമില് ഒരാളങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവൻ തെരഞ്ഞു വന്ന ആ ഒരു ഡ്രൈവറിനെ പറ്റിയിട്ട് അയാളോട് ചോദിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചോദിച്ചിട്ടും അയാൾ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾക്കിന് ചെവി കേൾക്കില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒച്ചത്തിൽ വിളിച്ച് പോകുന്നുണ്ട്. പക്ഷെ എത്ര ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടും അയാളൊന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം ഈ ഒരു കാര്യം ചോദിച്ചിട്ടും അയാളൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് റൂം ഉണ്ടോ, അതെങ്കിലും ഒന്ന് പറയടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ടപ്പോഴാണെങ്കിൽ അയാള് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് റൂം ഉണ്ടെന്ന് അവൻ പറയാണ്. ഓ, അപ്പൊ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ലേഡി അവിടെ നിന്നിട്ട് ഒരു പട്ടീനെ വെട്ടിയിട്ട് കഴിക്കാനായിട്ട് അതിന്റെ ഇറച്ചി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാട്ടില് ദാരിദ്ര്യം അത്ര കഠിനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ നടന്നിട്ട് ഇപ്പൊ ആ ഒരു റെസ്റ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡോറിന്റെ മുകളിൽ ആരോ ഇങ്ങനെ തട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അയാളിപ്പോ വിളിച്ചു പറയാണ്, നീ കോമ്പൗണ്ടിലേക്ക് പോകാൻ വന്ന ആളല്ലേ, വേഗം പുറത്തേക്ക് ഇറങ്ങി വാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു ടാങ്കില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നാട്ടില് ഭയങ്കര ചൂടാണ്. ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈപ്പിലുണ്ടായിരുന്ന വെള്ളം അവന്റെ തലവഴി ഒഴിക്കുകയാണ്. ഇപ്പോ മുഖമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം അവൻ കുടിക്കുകയും ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് അവനോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, വെള്ളത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ പേടിച്ചിട്ട് ഇപ്പൊ വേഗം ആ ഒരു പൈപ്പ് കൂട്ടുകയാണ്. എന്നിട്ട് നേരെ പോയിട്ട് അയാൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വണ്ടി കയറി ഇരിക്കുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരും കൂട്ടിയിട്ട് ആ ഒരു വണ്ടിയിൽ അങ്ങനെ പോവാണ്. കുറച്ചു ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഒരു ബോർഡ് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ഏരിയ ആണ്. ഈ ഒരു ബോർഡർ കടന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് ആരും ഉത്തരവാദികളായിരിക്കില്ല. ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേടി ഇപ്പൊ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ഡ്രൈവറിന്റെ ഫേസ് കാണിക്കുന്നത്. അവന്റെ പേര് ഹെൻറി എന്നാണ്. ഇപ്പൊ ഹെൻറി ആണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ലെറ്റർ പേഡ് എടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുവിടുന്നതിനായിട്ട് എനിക്കൊരു $700 തരണം. അതുപോലെ തന്നെ നീ വേസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളത്തിന് $20, അതുപോലെ വണ്ടിയിൽ ഫ്യൂൽ നിറയ്ക്കാനായിട്ട് ഒരു $100, അങ്ങനെ ആകെ മൊത്തം $820 എടുക്കുന്നു പറയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, $700 എന്നല്ലേ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫ്യൂൽ എക്സ്ട്രാ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹെൻറി പറയുന്നുണ്ട്, പിന്നെ കാർ ചുമ്മാതെ ഓടുന്നതാണ് നീ വിചാരിക്കുന്നത്, മര്യാദയ്ക്ക് $820 എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കോമ്പൗണ്ടിൽ കൊണ്ടുവിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തിരിച്ചിട്ട് ബോർഡറിലേക്ക് തന്നെ പോവാന്ന് പറയാണ്. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ അവനിപ്പോ പറഞ്ഞ പൈസ എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോ ഇവർ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുഭൂമിയുടെ അതിഭീകരമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഹെൻറി ഇപ്പോ ആ ഒരു വഴി കൂടെ അവന്റെ കാർ ഇങ്ങനെ അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ ഇവർ പോകുന്ന ഈ ഒരു വണ്ടിയുടെ ടയർ പഞ്ചർ ആവുകയാണ്. ഹെൻറി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയിനോട് പറയാണ്. ഹീറോ ഇപ്പോ നേരെ ഈ ഒരു വണ്ടിയുടെ ബാക്ക്
സൈഡിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റെപ്പിനെ എടുത്തിട്ട് അവനിപ്പോ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹെൻറി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സ് ആയിട്ട് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് ഇവന്റെ ബാക്കിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ജാക്കി നമ്മുടെ ഹീറോയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ വെറുതെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാതെ എന്നെ ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഹീറോ പറയാണ്. നീ ഇപ്പൊ പോകുന്ന സ്ഥലത്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്താലേ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ട്രെയിനിങ് ആയിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹെൻറി ഇപ്പോ അവൻ ടയർ മാറ്റുന്നോ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് രണ്ട് ചെന്നായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കടിപിടിയുടെ അവസാനം ഒരു നായ മറ്റേതിനെ ഭയങ്കരമായിട്ട് ആക്രമിച്ചിട്ട് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ജീവനോടെ തന്നെ നിലത്ത് കിടക്കുന്ന ആ ഒരു നായയുടെ പിൻഭാഗം ഇങ്ങനെ കടിച്ചു പറിച്ച് മറ്റേ നായ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൻറിക്ക് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ഓടിപ്പോയിട്ട് മറ്റേ നായനെ അടിച്ചോടിക്കുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന നായ്ക്കാണെന്നുണ്ടെങ്കിൽ ഇനി സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഹെൻറി നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന വലിയൊരു കല്ലെടുത്തിട്ട് അതിന്റെ തലയിൽ അടിച്ചടിച്ചടിച്ച് അതിനെ കൊല്ലുകയാണ്. നീ എന്തിനാ ഒരു നായനെ കൊന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഹെൻറി ഇപ്പൊ പറയാണ്, ഇങ്ങനെ വേദന സഹിച്ച് നരകിച്ച് ചാവുന്നതിലും ഭേദമല്ലേ ഒറ്റയടിക്ക് തീരുന്നത്. ഇതിന് പറയുന്ന പേരാണ് ദയാവാദം. ഞാനിപ്പോ അതിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തതെന്ന് ഹെൻറി ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ മുന്നോട്ടേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോയി ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഹെൻറി നമ്മുടെ ഹീറോയും കൂടിയിട്ട് ഈ മരുഭൂമിയിൽ ഏതോ ഒരു ഭാഗത്തായിട്ട് കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് അവർ രാത്രി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹെൻറിനോട് കോമ്പൗണ്ട് എന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നീ ഇതിനു മുന്നേ അവിടേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് രണ്ട് തവണ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്നതിലും ഭേദം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സർവൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ബോർഡറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിനെ പറ്റിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ ഹെൻറിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹെൻറി ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇങ്ങനെയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അവിടെ ചെന്നാലേ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നീ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്, നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോ എന്ന് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവരുടെ യാത്ര അവർ വീണ്ടും തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ ആണ് ഇപ്പൊ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൻറി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് നന്നായിട്ട് ബോറടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവർ ഈ ഒരു മരുഭൂമിയുടെ നടുക്ക് കൂടിയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. അവനിപ്പോ വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു AC ഓൺ ചെയ്യാണ്. എന്നാൽ പെട്ടെന്ന് വണ്ടിയുടെ ശബ്ദം മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇപ്പൊ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹെൻറി ആണെന്നുണ്ടെങ്കിൽ ചാടി എണീക്കുന്നുണ്ട്. നീ എന്താണ് കാണിച്ചത്, എന്താ ശബ്ദം കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, AC ഒന്ന് ജസ്റ്റ് ഓൺ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്ത് പരിപാടിയാണ് നീ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു AC ഓഫ് ആക്കാണ്. എന്നാൽ ആ ഒരു സമയത്തേക്കും വണ്ടി മെല്ലെ കുത്തി കുത്തി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹെൻറി വണ്ടിയിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. അവന്റെ ഓരോരോ പരിപാടികൾ കാരണം വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തില് പുറത്തങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇറങ്ങി വന്നിട്ട് അവന്റെ അടുത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനെ ചീത്ത പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഹെൻറി ഇപ്പൊ നേരെ പോയിട്ട് വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ട് അത് നന്നാക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് മെല്ലെ നടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു മരം ആണെന്നുണ്ടെങ്കിൽ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചോട്ടി പോയിട്ട് ആശാൻ ഇപ്പൊ മൂത്രം ഒഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോ തിരിഞ്ഞ് ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് നിലത്ത് കിടക്കുന്ന കല്ലിന്റെ കൂട്ടത്തില് എന്തോ ഒരു തിളക്കം അവൻ കാണുന്നത്. അവനിപ്പോ മെല്ലെ നടന്നിട്ട് അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോ ഒരു കല്ലിൽ നിന്നായിരുന്നു ഈ ഒരു തിളക്കം കാണുന്നത്. അവൻ അവിടെ കുത്തിയിരുന്നിട്ട് ഈ ഒരു തിളക്കം കണ്ട കല്ലിന്റെ മുകളിലുള്ള മണ്ണൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാണ്. ഇത് കണ്ടപ്പോ തന്നെ അവൻ ഞെട്ടി പോവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും സ്വർണ്ണം മാതിരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സ്വർണ്ണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവനിപ്പോ ഹെൻറിനെ നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നിലത്ത് കിടക്കുന്ന ഈ ഒരു സ്വർണ്ണ കല്ലും നോക്കുന്നുണ്ട്. അങ്ങനെ മാറി മാറി നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡിനെ പറ്റിയിട്ട് ഹെൻറിനോട് പറയാനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഗോൾഡുമായിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൻറിയുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് ഹെൻറിനോട് ഈ ഒരു കാര്യം പറയാന്ന് തന്നെ അവൻ വിചാരിക്കുകയാണ്. അവിടെ നിന്നിട്ട് അവൻ ഹെൻറിനെ ഉറക്കം വിളിച്ച് കൂവുന്നുണ്ട്. ഇവന്റെ ഈ ഒരു ഒച്ചയും വിളിയൊക്കെ കേട്ടിട്ട് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഹെൻറി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിന്റെ പ്രശ്നം, ഇനി നിനക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വേഗം ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, ഒരു കാര്യം കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. കുറെ നേരം ഇവനിങ്ങനെ വിളിച്ച് കൂവി കഴിഞ്ഞപ്പോ ഹെൻറി ഇപ്പൊ എന്താ നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹെൻറി അടുത്ത് വന്നപ്പോ തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു സ്വർണ്ണ കല്ല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹെൻറിയുടെ കിളി പോകുന്നുണ്ട്. അവൻ അതിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ ഇപ്പോ ഇത് ശരിക്കുള്ള ഗോൾഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ട്, ഇതൊന്ന് കത്തിച്ച് നോക്കാം. കറുത്ത പാട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് ആവാനുള്ള സാധ്യതയില്ല, എന്നാൽ കരിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗോൾഡ് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. ഹെൻറി ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ എടുത്തിട്ട് ഈ ഒരു സ്വർണ്ണത്തിന്റെ മുകളിലേക്ക് അടിക്കുന്നുണ്ട്. കുറെ നേരം അവൻ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹീറ്റ് ആയിട്ടും ആ ഒരു കല്ലിന്റെ കളർ മാറുന്നേ ഉണ്ടായിരുന്നില്ല. തീ അതിൽ തട്ടുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ കളർ വരികയാണ്. ഇപ്പോ ഹെൻറി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവൻ ഞെട്ടിയിട്ട് അവിടെ ചാടി എണീക്കുകയാണ്. എടാ ഇത് 100% ഗോൾഡ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഗോൾഡ് കുഴിച്ചെടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര കുഴിച്ചിട്ടും അതിന്റെ അടിഭാഗം ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വെറും ഒരു കഷ്ണം ഗോൾഡ് മാത്രമല്ല, ഒരു വലിയ ഗോൾഡിന്റെ പാറ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവർ വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുഴിച്ച് മടുത്തു കഴിഞ്ഞപ്പോ ആ ഒരു സ്വർണ്ണ പാറ അവർ മറച്ചിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹെൻറി വണ്ടി നന്നാക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. വണ്ടീന്റെ ബേക്കിൽ നിന്ന് കയറ് ആ ഒരു സ്വർണ്ണ
സ്വർണത്തിലേക്ക് കെട്ടിയിട്ട് അവിടുന്ന് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ട്രൈ ചെയ്യാണ്. പക്ഷെ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ആ ഒരു കയറ് പൊട്ടി പോവാന്നല്ലാതെ ആ ഒരു സ്വർണ്ണ പാറ മാത്രം അവിടുന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും പൊട്ടിപ്പോയിട്ടുള്ള ആ ഒരു കയറൊക്കെ കൂട്ടി കെട്ടിയിട്ട് വീണ്ടും വലിച്ചു നോക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഗോൾഡ് അവിടുന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ വീണ്ടും കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. ഒരുപാട് അങ്ങനെ കുഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറെ പണിയെടുത്ത് മടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവര് കൊണ്ടുവച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് കുറച്ച് കുടിക്കുന്നുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന വെള്ളം അവന്റെ തലയിൽ കൂടെ ഒഴിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹെൻറിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വെള്ളത്തിന്റെ മൂല്യം എന്താണെന്ന് നിനക്കറിയോ? ഇനി നീ വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുന്ന പറയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവനോട് സോറി പറഞ്ഞിട്ട് വീണ്ടും അവിടെ കുഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡിന്റെ പാറ നേരെ താഴേക്ക് മാത്രമല്ല രണ്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അങ്ങനെ ഇവർ കുഴിച്ചിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. ഹെൻറി മെല്ലെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഹീറോയിനോട് പറയാണ്, ഞാൻ പോയിട്ട് കുറച്ച് വിറകെടുത്തിട്ട് വരാം. ഇവിടെ ഒരുപാട് ചെന്നായ്ക്കളുണ്ട്. അവരുടെ കയ്യിലെങ്ങനെ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവനോടെ തന്നെ തിന്നു കളയെന്ന് പറയാണ്. അവനിപ്പോ പോയിട്ട് ഒരുപാട് വിറകൊക്കെ പെറുക്കി വന്നിട്ടുണ്ട്. രാത്രിയായ സമയത്ത് തീയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ചുറ്റും ഇരിക്കുകയാണ്. ഈ ഒരു ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനാ കോമ്പൗണ്ടിലേക്ക് പോകുന്നത്? അടിപൊളിയായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ഹെൻറി ചോദിക്കുകയാണ്. ഇപ്പോ അവനും പറയുന്നുണ്ട്, ശരിയാണ്, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നാളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കുഴി വലുതാക്കി അതിലുള്ള ആ ഒരു ഗോൾഡുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. എന്നിട്ട് പകുതി വെച്ചിട്ട് നമുക്ക് വീതിച്ചെടുക്കാന്ന് പറയാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് ഹെൻറിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും പണക്കാരാവാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഇപ്പൊ ഹെൻറി നമ്മുടെ ഹീറോയിനോട് പറയാണ്, ഈ ഒരു ഗോൾഡ് നമ്മളിങ്ങനെ കുഴിച്ചതുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ടൗണിൽ പോയിട്ട് ഒരു JCB സംഘടിപ്പിക്കണം. അത് വെച്ചിട്ട് പെട്ടെന്ന് കുഴിച്ചെടുക്കാന്ന് പറയാണ്. അതിനായിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡ് നോക്കി ഇവിടെ ഇരുന്നോളാം. നീ പോയിട്ട് JCB വാടകയ്ക്ക് എടുത്തിട്ട് വരാൻ പറയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ നിനക്കല്ലേ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത്. JCBയും കാര്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്നുള്ളത് നിനക്കല്ലേ അറിയാം. അതുകൊണ്ട് നീ തന്നെ പോയിട്ടോ. നീ വരുന്നവരെ ഞാൻ ഇവിടെ കാവലിരുന്നോളാന്ന് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഹെൻറി JCB എടുക്കാനായിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വണ്ടിയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളവും ഫുഡും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹെൻറി ഇപ്പൊ നമ്മുടെ ജോണിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ വരാൻ കുറഞ്ഞത് 4 ദിവസമെങ്കിലും എടുക്കും. അതുവരെ നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറയാണ്. ഇപ്പോ ഹെൻറി അവനായിട്ട് ഒരു കത്തിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹെൻറി പോവാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റ് ഫോണും നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഓഫ് ആവാതെ നിന്റെ കയ്യിൽ തന്നെ വെച്ചോണം. എവിടെയെങ്കിലും എത്തിയിട്ട് ഞാൻ നിന്നെ വിളിക്കും. അപ്പൊ എനിക്ക് കിട്ടണം എന്ന് പറയാണ്. അങ്ങനെ ഹെൻറി അവരുടെ ആ ഒരു വണ്ടിയായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹെൻറി പോയ ഉടനെ ആ ഒരു ഗോൾഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ കുഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു മണ്ണ് മുഴുവനും ഇപ്പൊ ആ ഒരു ഗോൾഡിന്റെ മുകളിലേക്ക് ഇടുകയാണ്. അതെങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ ഹെൻറി കൊടുത്തിട്ട് പോയിട്ടുള്ള പഴയ ഒരു ഷീറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉണങ്ങിയ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ട് വെയിലടിക്കാത്ത രീതിയിലാക്കാണ്. ഇപ്പൊ ആ ഒരു ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഹെൻറി കൊടുത്തിട്ടുള്ള ആ ഒരു ഫോണ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ തീ കൂട്ടാനുള്ള വിറകൊക്കെ പെറുക്കി അവൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇപ്പൊ ഒരു തേള് അവൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഒരു വടി എടുത്തിട്ട് അതിന്റെ ഡയറക്ഷൻ മാറ്റി വിടുക മാത്രമാണ് അവൻ ചെയ്യുന്നത്. ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞപ്പോ അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വിറകും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തീ കത്തിക്കുകയാണ്. ഹെൻറി കൊടുത്തിട്ടുള്ള ആ ഒരു ടിൻ ഫുഡൊക്കെ ചൂടാക്കിയിട്ട് അവൻ കഴിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവന്റെ ചുറ്റുപാടും ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവന് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചെന്നായ്ക്കള് ഇവന് നോട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവൻ കുറച്ചു ദൂരം നടന്നിട്ട് അവിടെ പോയി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവന്റെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത്രയും വെള്ളം വെറുതെ നശിപ്പിക്കണ്ട എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലൊരു സിറ്റുവേഷനിൽ വെള്ളത്തിന് ഒരുപാട് വിലയുണ്ട്. ഇവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവൻ കെട്ടിയിട്ടുള്ള ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ആ സാറ്റലൈറ്റ് ഫോൺ റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫോൺ എടുക്കാനായിട്ട് ആ ഒരു പാന്റ് പോലും മര്യാദയ്ക്ക് ഇടാതെ അവൻ ആ ഒരു ടെന്റിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. എന്നാൽ പാന്റ് മുഴുവനായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ തട്ടി തടഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ ഉരുണ്ട് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവൻ ആ ഒരു ടെന്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു കോള് കട്ടായിട്ടുണ്ടായിരുന്നു. ഇനി കോള് വന്നിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇടാണ്. ഇപ്പൊ ഇവൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വിറകുകൾ തീരെ ഇല്ലായിരുന്നു. രാത്രി ആവുന്ന സമയത്ത് എന്തായാലും വിറകുകൾ വേണം. തീ ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെന്നായിക്കൂട്ടം തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ട് അവനിപ്പോ വിറകെടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു പ്രാവശ്യം ഹെൻറി കൊടുത്തിട്ടുള്ള ആ ഒരു ചാക്ക് കൊണ്ടാണ് അവൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് വിറകുകൾ നിറച്ചിട്ട് അവനിപ്പോ വലിച്ച് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. വിറകൊക്കെ കുടഞ്ഞിട്ടിട്ട് ഈ ഒരു ചാക്ക് അവനിങ്ങനെ ചുരുട്ടി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ കുറച്ച് ദൂരത്തുനിന്നായിട്ട് ഒരു ലൈറ്റ് തെളിയുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിലും ഭേദം ആ ഒരു ലൈറ്റ് എവിടുന്നാ വരുന്നേ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് മെല്ലെ നടന്നു പോകുന്നുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ ആ ഒരു ഗോൾഡ് ഉണ്ടല്ലോ, ആ ഒരു ഗോൾഡിന്റെ മുകളിൽ ഇവൻ ഇട്ടിട്ടുള്ള മണ്ണൊക്കെ കാറ്റടിച്ചിട്ട് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് കണ്ടാല് മനസ്സിലാവാത്ത രീതിയിലേക്ക് ആക്കിയിട്ട് അവനിപ്പോ ആ ഒരു ലൈറ്റ് കണ്ടിട്ടുള്ള ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്നു പോയി കഴിഞ്ഞപ്പോ ഒരു മണൽക്കൂലിന്റെ മുകളിലായിട്ട് ഒരു പൊട്ടിയ കണ്ണാടിന്റെ പീസ് അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് ഇവൻ തേടി വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് എന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നിലായിട്ട് കുറെ നാളുകൾക്ക് മുന്നേ അവിടെ ക്രാഷ് ആയിട്ട് വീണിട്ടുള്ള ഒരു ചെറിയ ഫ്ലൈറ്റ് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ അതിന്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ഈ വെയിൽ സഹിക്കാൻ വയ്യാതെ കുറച്ചു നേരം അതിന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഇരിക്കുന്നൊക്കെയുണ്ട്. ഇപ്പൊ ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞപ്പോ ഈ പ്ലെയിനിന്റെ കുറെ ഭാഗങ്ങളൊക്കെ അടർത്തി എടുക്കുകയാണ്.
എടുക്കുകയാണ്. അങ്ങനെ ഇവൻ എടുത്തിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് ആ ഗോൾഡുള്ള ഭാഗത്തേക്ക് അത് വലിച്ചു കൊണ്ടുവരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരത്തിന് ചുറ്റുമായിട്ട് ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ഫ്ലൈറ്റിന്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ടെന്റ് പോലെ സെറ്റ് ആക്കി എടുക്കുകയാണ്. ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ അവിടെ കിടന്ന് അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളം കൃത്യമായിട്ട് കുടിക്കാത്തതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ ഇപ്പൊ ചെറിയ രീതിയിൽ വ്രണങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടൊക്കെ ഒരു വിധത്തിൽ കുറഞ്ഞു വരികയാണ്. അവൻ മെല്ലെ എണീറ്റ് പോയിട്ട് ആ ഒരു ഗോൾഡ് കണ്ട ഭാഗത്ത് പോയി ഇരിക്കുന്നുണ്ട്. അവൻ നോക്കുന്ന സമയത്ത് നേരത്തെ ഇവൻ ഓടിച്ചു വിട്ടിട്ടുള്ള ആ ഒരു തേളുണ്ടല്ലോ, അതിപ്പോ ഈ ഒരു ഗോൾഡിന്റെ മുകളിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഹീറോ പറയാണ്, നിനക്കറിയോ നീ എവിടെ ഇരിക്കുന്നതെന്നുള്ളത്? കോടിക്കണക്കിന് വില മതിക്കുന്ന ഒരു സ്ഥലത്താണ് നീ ഇപ്പൊ ഇരിക്കുന്നത്. ഇത് വല്ലോ നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു തേളിനോട് അവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. കുറെ നേരം അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോ ഇവന് തന്നെ ആകെ പ്രാന്താവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ ഈ ഒരു തേളിനോടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ കുറെ സമയം ഇരുന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോ വലിയൊരു കല്ലിന്റെ പീസ് എടുത്തിട്ട് ഈ സ്വർണ്ണ പാറേന്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അടിച്ചു കഴിഞ്ഞപ്പോ ഒരു കഷ്ണം ഇളകി വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. വലിയൊരു കഷ്ണം തന്നെയാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുള്ളത്, ഇത്രയും മതി നല്ല രീതിയിൽ സെറ്റിൽ ആവാനായിട്ട്. അങ്ങനെയൊക്കെ ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സാറ്റലൈറ്റ് ഫോൺ റിംഗ് ആവുന്നത്. ഹീറോ ഇപ്പൊ ഓടിപ്പോയിട്ട് ആ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഹെൻറി പറയാണ്, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാക്കിയിട്ട് ഇനി അങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി ലേറ്റ് ആവും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കാൻ പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാനിപ്പോ ഒരു ഗോൾഡിന്റെ പീസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പീസിന് തന്നെ ഒരുപാട് വില വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോ തന്നെ ഹെൻറിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. ഓഹോ, നീ പൊട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസും കൊണ്ട് അവിടുന്ന് പോവാൻ നിൽക്കണോ? നിനക്ക് ഈ ഒരു ചെറിയ പീസ് മതിയോ അതോ ആ ഒരു മൊത്തം ഗോൾഡിന്റെയും പകുതി വേണോ? അത് നീ ആലോചിച്ച് തീരുമാനിക്കുന്ന പറയാണ്. അങ്ങനെയൊന്നുമില്ല, മുഴുവൻ ഗോൾഡും എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹെൻറിക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട്. അവനിപ്പോ എത്രയും പെട്ടെന്ന് ഒരു JCB ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുന്നു പറയാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു കോള് കട്ടാവുന്നുണ്ട്. അന്ന് രാത്രി ഇവൻ തീയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ചെന്നായികള് ഇവന്റെ ചുറ്റും വരുന്നതായിട്ട് ഇവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കത്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തീയിൽ നിന്നും തീയുള്ള ഒരു വിറകിന്റെ കഷ്ണം എടുത്തിട്ട് ആ ഒരു നായ്ക്കളൊക്കെ ഇപ്പൊ അവനെ ഓടിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ഹാലൂസിനേഷൻ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല, അതുപോലെ തന്നെ കൂടെ സംസാരിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഈ ഒരു നായ്ക്കളൊക്കെ ഓടിച്ചിട്ട് അവസാനം ക്ഷീണിച്ച് അവൻ അവിടെ വീഴാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവനും ഒടിഞ്ഞു തുടങ്ങുന്ന പോലെയുള്ള വേദനയായിരുന്നു. നോക്കുന്ന സമയത്ത് അവന്റെ ബോഡിയിൽ നിറച്ചും ആ ഒരു വ്രണങ്ങള് ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പോ കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കന്നാസിലെ വെള്ളം നോക്കുകയാണ്. അതിൽ നിന്നും കുറച്ച് വെള്ളം മാത്രം ഒരു ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ ഒരു ബോട്ടിൽ നിന്നും അവനിപ്പോ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. അവനിപ്പോ നല്ല രീതിയിൽ വിശക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കഴിക്കാനായിട്ട് ഒന്നും തന്നെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാണ്. ഈ ഒരു സമയത്ത് ഒരു പാമ്പ് അങ്ങോട്ടേക്ക് അഴിഞ്ഞു വരുന്നുണ്ട്. പാമ്പെങ്കിൽ പാമ്പ്, ഇതിനെ കൊന്നിട്ട് വേവിച്ച് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ഹെൻറി കൊടുത്തിട്ടുള്ള ആ ഒരു കത്തിയായിട്ട് ആ ഒരു പാമ്പിന്റെ നേരെ ഇവൻ ചാടി വീഴുന്നുണ്ട്. പക്ഷെ ഇവന്റെ സമയം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പാമ്പ് ഇപ്പൊ അഴിഞ്ഞു പോവാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാമ്പിനെ പുറകെ പോയി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൻ ആ ഒരു കാര്യം കാണുന്നത്. കുടിക്കാനായിട്ട് അവൻ ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം മുഴുവനും ഈ ഒരു ചാടത്തില് തട്ടി മറിഞ്ഞു പോയിട്ടുണ്ട്. അവനിപ്പോ അങ്ങോട്ടേക്ക് ഓടിച്ചു നിന്നിട്ട് നിലത്ത് വീണ് പോയിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ റിട്ടേൺ എടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുകയാണ്. പക്ഷെ അത് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുഴുവൻ വെള്ളം ഒഴുകി പോയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും കോരി എടുക്കാൻ പറ്റുമെന്നൊക്കെ അവൻ നോക്കുന്നുണ്ട്. പക്ഷെ മരുഭൂമി ആയതുകൊണ്ട് തന്നെ അത് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത സീനില് ഹീറോ ആ ഒരു പ്ലെയിൻ വീണിട്ടുള്ള ഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് ഈ ഒരു പ്ലെയിനിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇളക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ദൂരെ നിന്നും ഇവനെ നോക്കിയിട്ട് ഒരാളിങ്ങനെ നടന്നു വരുന്നത് നമ്മുടെ ഹീറോ കാണുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി അങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കാണാതെ ഓടിപ്പോയിട്ട് ആ ഒരു പ്ലെയിനിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. തലേ ദിവസം ഇവൻ പൊട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഗോൾഡിന്റെ പീസ് അവിടെ വെക്കാതെ ഇവന്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരു ബാഗിന്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവര് ഇവൻ ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പ്ലെയിനിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരിപ്പോ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അവനിപ്പോ അവരെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരെടുത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർ ലേഡി പറയാണ്, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളാൻ പറയാണ്. ഈ ഒരു ലേഡീന്റെ മുഖമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിലും ചൂടും നിറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവനും ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഒരു സ്ഥലത്തുനിന്ന് തീ കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി എണീറ്റിട്ട് ഇവൻ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവൻ മര്യാദയ്ക്ക് അവരോട് സംസാരിക്കാനായിട്ട് വരെ തുടങ്ങിയത്. അങ്ങോട്ടേക്കൊന്നും പോണ്ട, ഈ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരുന്നോ, ഇവിടേക്ക് അധികം വെയിലൊന്നും അടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തടയാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ഇവൻ പറയുന്നൊന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോ നേരെ ഹീറോ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഹീറോയും ഇപ്പൊ അവളെ പുറകെ തന്നെ പോകുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഹീറോ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ടെന്റ് അഴിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പൊ അവരുടെ അടുത്ത് പറയാണ്, ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതൊന്നും അഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അവനിപ്പോ നല്ല രീതിയിൽ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ലേഡിക്കാണെന്നുണ്ടെങ്കിൽ ഹീറോ എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി.
മനസ്സിലാവാണ്. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നിനക്ക് നടന്നു വരാനായിട്ട് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടാവും. അത് മാത്രമല്ല എന്തോ ഒരു കാരണം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. അതെന്താന്നുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ഇവര് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സ്വർണം ഈ ഒരു ലേഡി കണ്ടുപിടിക്കുക തന്നെ ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവെട്ടി വെച്ചിട്ട് അവരടിച്ച് നിലത്തേക്ക് ഇടുകയാണ്. ഇവരടിച്ചിട്ടുള്ള ആ ഒരു ഒറ്റയടി തന്നെ അവർ മരിച്ചു പോയിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് ഒരാളെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല രീതിയിൽ സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. കുറെ സമയത്തിന് ശേഷം അവൻ സമനില വീണ്ടെടുക്കുകയാണ്. ഇപ്പോ ആ ഒരു ലേഡിയുടെ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു കുഴി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അവൻ എടുത്തു വെക്കുകയാണ്. ഈ ഒരു ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും ഒക്കെ എടുത്ത് അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലേഡിയുടെ ബോഡി എടുത്തിട്ട് ഇപ്പൊ ആ ഒരു കുഴിയിൽ കൊണ്ടിട്ടിട്ട് മണ്ണിട്ട് മൂടുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ടെന്റിന്റെ പുറത്ത് കുറച്ച് റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോ ഭയങ്കരമായിട്ട് എന്തോ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നായ്ക്കളുടെ ശബ്ദമായിരുന്നു അത്. അവനിപ്പോ ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡീനെ കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നായ്ക്കൾ വന്നിട്ട് ഈ ഒരു ലേഡീനെ കുഴി തോണ്ടിയിട്ട് അവരുടെ ശരീരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവൻ എണീറ്റ് പോയിട്ട് ആ ഒരു നായ്ക്കളൊക്കെ എങ്ങനെയൊക്കെയോ ആട്ടി ഓടിച്ചിട്ട് വീണ്ടും ആ ഒരു ബോഡി കുഴി തോണ്ടി എടുത്ത് ഒരുപാട് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഇവൻ പോകുന്നതിന്റെ പുറകെ തന്നെ നായ്ക്കളും വരുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിറകൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ ഒരു ബോഡി കത്തിച്ച് കളയാണ്. അത് കത്തി തീരുന്നതുവരെ നമ്മുടെ ഹീറോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇവൻ ഉറക്കത്തിൽ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സാറ്റലൈറ്റ് ഫോണിലേക്ക് ഹെൻറി വിളിക്കുകയാണ്. അവനിപ്പോ വേഗം ആ ഒരു കോൾ എടുക്കുന്നുണ്ട്. ഹെൻറി ഇപ്പൊ അവനോട് പറയാണ്, ഞാൻ ആ ഒരു JCB വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അതുവരെ നീ സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ വേഗം വാ. നീ എന്താ പൈപ്പ് തുറന്നു വെച്ചിട്ട് പോയത്? ഒരുപാട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവനിപ്പോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരസ്പരം എന്തോ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഹീറോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൻറിക്ക് ഇവൻ ഹാലൂസിനേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എടാ നീ ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ ആവണ്ട, പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരാം, ഞാൻ പെട്ടെന്ന് തന്നെ എത്താന്ന് പറഞ്ഞിട്ട് ഹെൻറി ഇപ്പൊ കോൾ കട്ട് ചെയ്യാണ്. ഇപ്പൊ അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ നിൽക്കുന്നതിന്റെ കുറച്ച് ദൂരെയായിട്ട് ഒരു ട്രക്ക് ഇങ്ങനെ പോകുന്നത് ഇവൻ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു ട്രക്കിനെ കൈ കാണിച്ച് നിർത്തിയിട്ട് അവരുടെ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗോൾഡിലേക്കും ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോ അവന് കൺഫ്യൂഷൻ ആവാണ്. ഇത്രയും ഗോൾഡ് ഇവിടുന്ന് കളഞ്ഞിട്ട് പോകണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവന്റെ മനസ്സ് മാറാണ്. എന്തായാലും ഇനി ഒരു 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഹെൻറി വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള പോലെ ആ ഒരു ഗോൾഡുമായിട്ട് ഇവിടുന്ന് പോവാന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ തീരുമാനിക്കുകയാണ്. കിട്ടിയൊരു അവസരം വേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു വാനിൽ പോകുന്ന ആള് കാണാതെ അവൻ ആ ഒരു ടെന്റിന്റെ ബാക്കിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു രാത്രിയും കടന്നു പോവാണ്. പിറ്റേ ദിവസം രാവിലെ സാധാരണ വിറകെടുക്കാനായിട്ട് പോകാറുള്ളത് പോലെ കുറച്ച് ദൂരം നടന്നിട്ട് അവിടുന്ന് വിറകൊക്കെ പെറുകിയിട്ട് ഇങ്ങനെ തിരിച്ചു വരികയായിരുന്നു. ആ ഒരു സമയത്താണ് കുറച്ച് അകലെയായിട്ട് ഇവന് നേരെ ഒരു മണൽക്കാറ്റ് ഇങ്ങനെ അതിവേഗം പാഞ്ഞു വരുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന വിറകൊക്കെ കളഞ്ഞിട്ട് അവനിപ്പോ ടെന്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ എത്ര വേഗത്തിൽ ഓടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു കാറ്റ് ഇങ്ങനെ ഇരമ്പി ഇവന്റെ തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പൊടിയൊക്കെ അടിച്ചിട്ട് അവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. എന്നാലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അവനിപ്പോ ആ ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാറ്റ് വന്ന് കയറിയതോടെ ആ ഒരു ടെന്റും ഇപ്പൊ ആടി ഒലയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാറ്റിൽ പെട്ടിട്ട് അതിന്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് ചെതറി തെറിക്കുന്നുണ്ട്. ഇപ്പൊ ടെന്റിൽ ഉണ്ടായിരുന്ന പല ഭാഗങ്ങളും ഇപ്പൊ അടർന്നു പോയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലിരിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ എങ്ങനെയൊക്കെയോ അഴിഞ്ഞ് ഈ ഒരു ടെന്റിന്റെ പുറത്തേക്ക് വന്നേക്കാണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഉണക്ക മരം അടക്കം ഈ ഒരു കാറ്റിൽ പെട്ടിട്ട് മുകളിലേക്ക് ഉയർന്നു പോവുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തില് അവിടുന്ന് എണീറ്റ് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. പക്ഷെ കാറ്റടിച്ചിട്ട് മുകളിലേക്ക് പറന്നു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മരം ഇവന്റെ മേത്തേക്ക് തന്നെ വന്ന് വീഴാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഈ ഒരു കൊടുങ്കാറ്റൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. പൊടിപടലങ്ങളൊക്കെ ഇപ്പൊ മാറി പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മേത്തുണ്ടായിരുന്ന മണലുകളൊക്കെ തട്ടി മാറ്റിയിട്ട് അവൻ എണീക്കാൻ നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ ചില്ല ഇവന്റെ വയറിലേക്ക് തന്നെ കുത്തി കയറിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ഇപ്പൊ മെല്ലെ എണീറ്റിട്ട് അവിടുന്ന് മുന്നോട്ടേക്ക് മെല്ലെ നടക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ശരീരം മുഴുവനും ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ തട്ടി തടഞ്ഞിട്ട് അവിടെ തന്നെ വീഴാണ്. എന്നാലും ഒരു വിധത്തില് ഇപ്പൊ എഴഞ്ഞഴഞ്ഞ് പോയിട്ട് ആ ഒരു ഗോൾഡ് ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിറച്ചും ഇങ്ങനെ മണൽ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അവനിപ്പോ കൈ വെച്ചിട്ട് ആ ഒരു മണലൊക്കെ മാറ്റിയിട്ട് ഗോൾഡ് അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അതിനൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അവന് സമാധാനമാണ്. ഈ ഒരു ഗോൾഡിന്റെ മുകളിൽ കൈ വെച്ചിട്ട് അവൻ കുറെ നേരം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ കിടന്നു കഴിഞ്ഞപ്പോ ഇവന്റെ ആ ഒരു ക്ഷീണമൊക്കെ മെല്ലെ മാറിയിട്ടുണ്ട്. വയറിൽ കുത്തി കയറിയിട്ടുള്ള ആ ഒരു മരത്തിന്റെ പീസ് അവനിപ്പോ വലിച്ചൂരി എടുക്കുകയാണ്. ഇപ്പൊ മുറിവിൽ നിന്നും ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഒരു ഇരുമ്പിന്റെ പീസ് എടുത്തിട്ട് തീയിൽ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഈ മുറിഞ്ഞ ഭാഗത്തേക്ക് വെക്കുകയാണ്. തീ തട്ടിക്കഴിഞ്ഞപ്പോ ബ്ലീഡിംഗും എല്ലാം നിൽക്കുകയാണ്. ആ ഒരു കാര്യത്തിന് ഒരുവിധം സമാധാനമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവന് കഴിക്കാനായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം പോലും ഇല്ല. അതിശക്തമായിട്ടുള്ള ഈ ഒരു വെയിലത്ത് ഒരു തണല് പോലും ഇല്ലാതെ അവൻ അവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അവന്റെ ബോധം പോയി അവൻ നിലത്തേക്ക് മറിഞ്ഞു വീഴാണ്. കുറച്ച് സമയത്തിന് ശേഷം അവന് ബോധം വരുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ നേരത്തെ ഒരു ലേഡീനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ലേഡി ഇപ്പൊ ഇവന്റെ തൊട്ട് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് ബോയും ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്.
അത് മാത്രമല്ല പല കാര്യങ്ങളും ഹാലൂസിനേറ്റ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, നിനക്ക് അങ്ങോട്ടേക്ക് പോയിക്കൂടെ, ഇവിടെ കിടന്നിട്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ആ ഒരു ലേഡി അവനോട് ചോദിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഇവിടുന്ന് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലേഡീന്റെ അടുത്ത് അവനിപ്പോ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നീ അവളെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് വീണ്ടും ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ അറിയാതെ കൊന്നുപോയി, അത് വലിയൊരു തെറ്റ് തന്നെയാണ്, പക്ഷെ ഇപ്പൊ എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവൻ ആദ്യം കൊല്ലാതെ വിട്ടുള്ള ആ ഒരു തേളുണ്ടല്ലോ, അതിപ്പോ മെല്ലെ കയറി വന്നിട്ട് ഇവന്റെ വയറിലുണ്ടായിരുന്ന ആ ഒരു മുറിവിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് കയറി പോകുന്നത് മാതിരിയൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോ ഹാലൂസിനേഷൻ വരുന്നുണ്ട്. അതേപോലെ ആ ഒരു ലേഡീന്റെ രൂപവും ഇപ്പൊ അവിടുന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. അവനിപ്പോ പകുതി മയക്കത്തില് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ചു നേരം അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സാറ്റലൈറ്റ് ഫോണ് എവിടുന്ന് റിംഗ് ആവുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അവനിപ്പോ ആ ഒരു ശബ്ദം വന്ന ഭാഗത്തേക്ക് ഓടി പോകുന്നുണ്ട്. മണ്ണിൽ തപ്പി തടഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നീ എവിടെ പോയി കിടക്കാണ്, ഞാൻ ചാവാനായിട്ടുണ്ട്, ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഹെൻറി പറയാണ്, നീ പേടിക്കണ്ട, ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, നീയല്ലേ തീ കൂട്ടിയിട്ടുള്ളത്, കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ എവിടെ എത്തുന്ന പറഞ്ഞിട്ട് ഹെൻറി ഇപ്പൊ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് സ്ഥലത്തായിട്ട് ഇങ്ങനെ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല ഒരുപാട് നായ്ക്കള് ഇവനെ തന്നെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നായ്ക്കള് നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവന്റെ കയ്യിലും കാലിലൊക്കെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ഈ ഒരു നായ്ക്കളെയൊക്കെ ചവിട്ടി എറിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹെൻറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ നിൽക്കുന്നതിന്റെ കുറച്ച് ദൂരെയായിട്ട് അവൻ വന്നങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ രക്ഷിക്കുന്നതിന് പകരം ഹെൻറി അവിടെ ഇരുന്നിട്ട് ബൈനോക്കുലർ വഴി ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നായ്ക്കൾ ഇവനെ കടിച്ചു പറിക്കുന്നൊക്കെ ഹെൻറി ഒരു ദയയില്ലാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് മൊത്തം ഹെൻറിക്ക് ഒറ്റയ്ക്ക് എടുക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് ഹീറോ മരിക്കുന്നത് വരെ ഇവനിങ്ങനെ കാത്തു നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നായ്ക്കള് ഇപ്പൊ അവന്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഈ ഒരു നായ്ക്കളെ മുഴുവനും കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് അവനെ കടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനൊരു പരിധിക്കപ്പുറം എതിർത്തൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹെൻറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ ഹീറോ ഉള്ള ഡയറക്ഷനിലേക്ക് ഈ ഒരു JCB ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു നായ്ക്കള് ഇവനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൻറി സ്വർണ്ണം ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ആ ഒരു ഗോൾഡ് എടുക്കുന്ന പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു JCB ഇറക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ എവിടുന്ന് ഒരു അമ്പ് പാഞ്ഞു വന്നിട്ട് ഹെൻറിയുടെ നെഞ്ചിലേക്ക് തന്നെ തുളഞ്ഞു കയറുകയാണ്. അവനിപ്പോ പെടഞ്ഞിട്ട് നമ്മുടെ ഹീറോ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ വന്ന വീഴാണ്. ഈ അമ്പ് വെച്ച് ധാരാളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ നേരത്തെ ഒരു ലേഡീനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ ട്വിൻ സിസ്റ്റർ ആയിരുന്നു നേരത്തെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ സിസ്റ്ററിനെ തെരഞ്ഞിട്ടാണല്ലോ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോ ഹാലൂസിനേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ ഒരു ലേഡീനെ കൊന്ന കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ എന്തായാലും ഒറ്റയ്ക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല. ഇവന്റെ പുറകില് വേറെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ലേഡി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഹെൻറി വന്നിറങ്ങി അതേ സമയത്ത് തന്നെ അവൻ അമ്പ് ചെയ്ത് കൊല്ലുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.